viewers, welcome back to Sala Learning. It's me, Shribhama SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. എന്റെ മക്കൾക്ക് എസ് ബി മിസ് എന്ന് വിളിക്കാം. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ NMMSന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഒരുപാട് എന്തെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ മക്കളെ ഇപ്പൊ തന്നെ പഠിച്ച് സെറ്റ് ചെയ്താലേ നിങ്ങളുടെ ആ ഒരു വലിയൊരു ആഗ്രഹത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. സോ അതിന് അടിപൊളിയായിട്ട് തന്നെ മക്കൾ പഠിക്കണം. സോ മിസ്സും അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഡി? വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം ഏതെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി? വെള്ളിയാണോ, സിൽവർ ആണോ, കോപ്പർ ആണോ, അലൂമിനിയം ആയോ, അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വൈദ്യുത ചാലകത പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വൈദ്യുതി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് അത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ സിൽവർ അല്ലെങ്കിൽ വെള്ളിക്കാണ് കേട്ടോ. അപ്പൊ എന്താണ് വൈദ്യുത ചാലകത എന്ന് അറിയാലോ? എന്താ വൈദ്യുത ചാലകത? വൈദ്യുതിയുടെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പറയുന്നത്. പേര് തന്നെയുണ്ട്, വൈദ്യുതിനെ കടത്തിവിടാം, വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. നോക്കൂ, അപ്പൊ ഈ മെറ്റൽസ് എന്ന് പറയുന്ന ആളുകൾ അടിപൊളിയായിട്ട് ഇതേപോലെ വൈദ്യുതി കടത്തിവിടുന്ന ആളുകളാണ് അല്ലെ. സ്റ്റെബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ലെറ്റ് ഇലക്ട്രിക് current electricity passes through them is known as electric conductivity. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. റെഡി? അപ്പൊ നോക്കിക്കോ, നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അയേൺ നെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം, ഒരു ഗോൾഡൻ കോയിനോ എന്തെങ്കിലും നമ്മൾ അതിൽ വെച്ചിട്ട് അത് വയറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒരു ബാറ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബൾബ് ഞാൻ വെക്കുകയാണ്. ഈ ബൾബ് കത്തുവോ കത്തില്ലേ? ഷുവർ ആയിട്ട് നിങ്ങൾ പറയും അത് അടിപൊളിയായിട്ട് കത്തും മിസ്സേ, കാരണം ഇവിടെ വെച്ചതൊരു മെറ്റൽ ആണ് അല്ലെ, ലോഹമാണ് നമുക്ക് പറയാൻ പറ്റുന്നു. സോ ലോഹങ്ങൾ എന്ന് പറയുന്നവർ എന്താണ്? അടിപൊളിയായിട്ട് വൈദ്യുത ചാലകങ്ങളാണ്. വൈദ്യുത ചാലകം പറയുമ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന ആളുകളാണ്. സോ ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോ നോക്കൂ, ഓൾ മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് ഓൾ മെറ്റൽ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ സെയിം എക്സ്റ്റെന്റ്. സോറി, ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നേ. എല്ലാവരും പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് അതിൽ ഓരോരുത്തരുടെ കപ്പാസിറ്റി ഓരോന്നല്ലേ. ചിലർ പെട്ടെന്ന് പഠിക്കുന്നു, ചിലർ പതുക്കെ പഠിക്കുന്നു, ചിലർ സ്ലോ ലേണർ ആണ്, ചിലർ ഫാസ്റ്റ് ലേണർ ആണ്. അതുപോലെ ഒരു മെറ്റലിന്റെ കേസിലും ചിലർക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കടത്തിവിടാനുള്ള കഴിവുണ്ടാവും, ചിലർ പതുക്കെ കടത്തിവിടുള്ളൂ. അത് ഡിപ്പെൻഡ് അപ്പോൺ എന്ത് മെറ്റലാണ് എടുക്കുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കാം. ഓക്കെ, എങ്കിലും എല്ലാ മെറ്റൽസ് എന്താ മക്കളെ? വൈദ്യുത ചാലകങ്ങളാണ്. ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ദ അബിലിറ്റി ഓഫ് മെറ്റീരിയൽ to conduct electricity through them is known as electric conductivity. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് കടത്തിവിടുന്ന ആളാണ് നമ്മുടെ സിൽവർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനും അതായിരുന്നു, ഏറ്റവും അടിപൊളിയായിട്ട് കടത്തിവിടുന്ന ആരാണ്? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് സിൽവർ ആണ്, വെള്ളിയാണ്. റെഡി? ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ. വൈദ്യുത ചാലകത വളരെ കൂടിയ ലോഹ ജോഡികൾ ഇതിന്ന് സെലക്ട് ചെയ്യാൻ ചോദിച്ചാലോ? ചൂസ് ദ മെറ്റൽ പെയർ വിത്ത് ദ ഹൈസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. ഇതിൽ ഏതാ വരാ? ഇരുമ്പ് അലൂമിനിയം ആണോ, കോപ്പർ ലെഡ് ആണോ, സിൽവർ സ്വർണ്ണാണോ, സിൽവർ ലെഡ് ആണോ? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സിൽവറും സ്വർണവുമാണ്, സിൽവറും ഗോൾഡും ആണ് എന്ന് പറയാൻ പറ്റും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കുക, സിൽവർ ആണ് ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ചെമ്പ്, കോപ്പർ, അതിന്റെ താഴെ ഗോൾഡ്, പിന്നെ അലൂമിനിയം. ഇങ്ങനെയാണ് ആക്ച്വലി അവരുടെ ഒരു എന്താ പറയാ പെട്ടെന്ന് കടത്തിവിടുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഓർഡർ. ഏറ്റവും ഫസ്റ്റ് സിൽവർ. അപ്പൊ സിക്കോ നീ പൊക്കോ. അപ്പൊ സിൽവർ ആൻഡ് കോ ഫോർ കോപ്പർ ആൻഡ് ഗോ ഫോർ ഗോൾഡ് എന്ന് ആലോചിക്കാം. അപ്പൊ സിക്കോ പൊക്കോ ആൻഡ് എങ്ങോട്ടേക്ക് പോകണം? അലൂമിനിയത്തിന്റെ അടുത്തോട്ട് പോകണം. അപ്പോ നിങ്ങൾ ആലോചിക്കുക, സിൽവർ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു ടിപ്പ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോവില്ല. സിക്കോ ഗോ എങ്ങോട്ടേക്കാ? അല്ലോ അല്ലെങ്കിൽ അലൂമിനിയോ എന്താച്ചാ പഠിച്ചു വെക്കാം കേട്ടോ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കൂ, അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചാൽ പൂർണ്ണമായും നാശത്തിന് വിധേയമാകുന്ന ലോഹമേത്? വിച്ച് മെറ്റൽ ഈസ് കംപ്ലീറ്റ്ലി കൊറോഡഡ് ഇഫ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയറിക് എയർ? അറ്റ്മോസ്ഫിയർ എയർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അലൂമിനിയം ആണോ, ഇരുമ്പാണോ, മെഗ്നീഷ്യം ആണോ, കോപ്പർ ആണോ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഇരുമ്പാണ് അല്ലെങ്കിൽ അയേൺ ആണ്. അല്ലേടാ? അയേൺ എന്ന് പറയുന്ന സാധനം നമ്മൾ പലപ്പോഴും ഭയങ്കര പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അയേണിന്റെ കമ്പി എന്ന് വെച്ചാൽ ജനലുകൾ ഉണ്ടാക്കും, വാതിലുകൾ ഉണ്ടാക്കും, പല സാധനങ്ങൾ ഉണ്ടാക്കും. എങ്കിലും ഒരു 10 വർഷം കഴിഞ്ഞ്, ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കി എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ സാധനങ്ങള്
പെട്ടെന്ന് നശിച്ചു പോവും, തുരുമ്പെടുക്കും, റസ്റ്റിങ് സംഭവിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. എന്തിനു കുറച്ച് അയൺ നെയിൽ എടുത്തിട്ട് നിങ്ങൾ വെറുതെ കുറച്ച് ദിവസം എടുത്ത് വെച്ച് നോക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് വെറുതെ തുറന്ന് വെക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പറയണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യും, തുരുമ്പെടുക്കും അല്ലെങ്കിൽ റസ്റ്റിങ് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പൊ റസ്റ്റിങ് സംഭവിക്കുക പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് പെട്ടെന്ന് നശിച്ചു പോയി, ആ ഒരു മെറ്റല് പെട്ടെന്ന് നാശത്തിന് വിധേയമായി. അപ്പൊ നമ്മുടെ ചുറ്റും എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് നമുക്കറിയാം അല്ലേ. ഫുള്ളും എയറും ഓക്സിജനും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഓക്സിജനുമായിട്ട് ഇവന്മാർ എന്ത് ചെയ്യും? പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യും. അയൺ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ, അപ്പോഴാണ് ഓക്സിജൻ ആ വഴി വന്നത്. ഹായ് ഓക്സിജൻ എന്ന് പറയുന്നു, ഒറ്റയടിക്ക് കൂടിച്ചേർന്നു. അപ്പൊ എന്തായി? അവർ അയണും ഓക്സിജനായിട്ട് കൂടിച്ചേർന്ന് അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറി. അവിടെയാണ് തുരുമ്പെടുത്തു, റസ്റ്റിംഗ് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റുക. അതേപോലെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിലേ, വാട്ടർ ഒക്കെ പെട്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് എന്ത് ചെയ്യും? റസ്റ്റിങ്ങിന് കാരണമാവും. അതേപോലെ ആസിഡുകള്, ലവണങ്ങള്, ഇതൊക്കെ എന്താണ്? തുരുമ്പിന്റെ സാന്നിധ്യം പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി സ്പീഡ് ചെയ്യാനുള്ള കാരണങ്ങളാണ് കേട്ടോ. ദ പ്രസൻസ് ഓഫ് ആസിഡ് ആൻഡ് സോൾട്ട് സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ഇത് തടയാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ അതിനൊക്കെയാണ് നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഭയങ്കര കുട്ടപ്പനായിട്ട് കാണാനുള്ള ലുക്കിലാണ് പെയിന്റ് അടിക്കുന്നത്, ലുക്കിലല്ല വർക്കിലാണ് കാര്യം പറയുന്ന പോലെ. ലുക്ക് ഉണ്ട് ഓക്കെ, ബട്ട് സ്റ്റിൽ അവരെന്താ അവിടെ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഈ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി, അന്തരീക്ഷമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കാൻ. പിന്നെ ആസിഡുകളൊക്കെ ഒഴിച്ച് പെട്ടെന്ന് നാശമായി പോയിട്ടോ നമ്മുടെ ഇരുമ്പിന്റെ സാധനങ്ങള്. പൊതുവേ ഇരുമ്പ് കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കും, പോരാത്തതിന് ഇങ്ങനെയും കൂടി ആണെങ്കിൽ അത് പെട്ടെന്ന് സ്പീഡ് ചെയ്യാനുള്ള റീസണാണ്. അപ്പൊ ഇത് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും, എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ റസ്റ്റിംഗ് ചെയ്യാനുള്ള, സ്പീഡപ്പ് ചെയ്യാനുള്ള റീസൺസ് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ഹാർഡ്നെസ്? ചുവടെ കൊടുത്തവയിൽ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അയൺ ആണോ, അതോ ഡയമണ്ട് ആണോ, സോഡിയം ആണോ, ലിത്തിയം ആണോ ചോദിച്ചു. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം, അയൺ ആണ്, ഇരുമ്പാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. വജ്രം കണ്ടപ്പോ എന്താ മിസ്സേ വജ്രം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റി. ക്വസ്റ്റ്യൻ എന്താണ് നോക്കുക, നമുക്ക് വന്നത് മെറ്റൽ ഏതെന്നാണ് അല്ലെങ്കിൽ ലോഹം ഏതെന്നാ. വജ്രം ഒരു ലോഹമാണോ? നിങ്ങൾക്ക് തെറ്റരുത്. വജ്രം എന്ന് പറഞ്ഞാൽ ഒരു നോൺ മെറ്റൽ ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അലോഹമാണ് കേട്ടോ. വജ്രം എന്ന് പറഞ്ഞാൽ അലോഹമാണ്. അപ്പൊ ഹാർഡ്നെസ് കാണിക്കുന്ന, പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റലുകൾ എന്താണ്? നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള, കാഠിന്യം കാണിക്കുന്ന ആളുകളാണ്. അതും ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റലിന്റെ കേസ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല സാധനങ്ങൾ ഉണ്ടാക്കില്ലേ, അഗ്രികൾച്ചർ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കൈക്കോട്ട്, അതുപോലെ തന്നെ മിസ്സിന്റെ നാട്ടിൽ മടാള് പറയും, നിങ്ങളുടെ നാട്ടിൽ വാക്കത്തി എന്നൊക്കെ പറയായിരിക്കും അല്ലേ. അതൊക്കെ ഉണ്ടാക്കുന്നത് എന്താ? ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ്. വൈ ഇരുമ്പ് ചോദിച്ചാൽ പറയാൻ പറ്റും, അത്രയും ഹാർഡ് ആയിട്ടുള്ള സാധനമാണ്. ജനലുകള്, അൽമിറാസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഹാർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. റെഡി. ഇനി ബൾബുകളിലെ ഫിലമെന്റ് ഉണ്ടാക്കുന്ന ടങ്സ്റ്റൺ കൊണ്ടാണ്. അതിന്റെ പ്രധാന കാരണം എന്താ? ദ ഫിലമെന്റ് ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടങ്സ്റ്റൺ. വാട്ട് ആർ ദ മെയിൻ റീസൺ ചോദിച്ചാൽ ഇതിൽ ഏതാണ്? കുറെ എണ്ണുണ്ട്. ഉയർന്ന മാലിയബിലിറ്റി, ഉയർന്ന ഡക്റ്റിലിറ്റി, ഉയർന്ന ചാലകതയാണോ, അല്ലെങ്കിൽ ഹൈ മാലിയബിലിറ്റി, ഹൈ റെസിസ്റ്റൻസ്, പ്രതിരോധമാണോ, ഉയർന്ന ഡക്റ്റിലിറ്റി അതോ വൈദ്യുത ചാലകതയാണോ, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ആണോ, അതോ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണോ എന്നാണ് ആൻസർ വരുന്നത്. ഉയർന്ന താപചാലകതയും ഉയർന്ന ദ്രവണാങ്കവും ഉള്ളത് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ടങ്സ്റ്റൺ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ഫിലമെന്റ് ബൾബ്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയുക ഉണ്ട ബൾബ് എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ചെറുതാകുമ്പൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഫിലമെന്റ് ബൾബ് തന്നെ ആയിരിക്കും അല്ലേ. ഈ ഫിലമെന്റ് ബൾബിലെ മെയിൻ സാധനമാണ് ഫിലമെന്റ്. പലപ്പോഴും നമ്മളോട് തമാശയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്, എന്താടാ നിന്റെ ഫിലമെന്റ് അടിച്ചു പോയോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. എന്റെ ഫിലമെന്റ് അടിച്ചു പോയി പറഞ്ഞാൽ ബൾബ് പൊട്ടിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ സാധനമാണ് ഫിലമെന്റ്. അതെന്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയോ? ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ടങ്സ്റ്റൺ എന്ന മെറ്റൽ കൊണ്ടാണ്. അപ്പൊ ഫിലമെന്റ് ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫൈൻ വയേഴ്സ് ഓഫ് ടങ്സ്റ്റൺ. ഈ ടങ്സ്റ്റനെ വലിച്ചു നീട്ടി ചെറിയ കമ്പികളാക്കി മാറ്റാൻ വേണ്ടി കഴിയും. നന്നായിട്ട് വലിച്ചു നീട്ടാൻ വേണ്ടി കഴിയും. ആ പ്രോപ്പർട്ടീനെ നമുക്ക് ഡക്റ്റിലിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ. നന്നായിട്ട് വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. അതുപോലെ ഇത് ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല തെർമൽ കണ്ടക്ടിവിറ്റിയും കാണിക്കുന്ന ഒരാളാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. സോ ആൻസർ അതാണ് വരുന്നത്. അപ്പൊ എന്താ ടങ്സ്റ്റൺ എന്ന് മനസ്സിലാക്കി വെക്കുക, അതെവിടെയാണ് യൂസ് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേടാ? അപ്പൊ അടിപൊളിയായിട്ട് കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കരുതിയാൽ മതി. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് കാര്യങ്ങളും പഠിക്കാനുണ്ട്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലേ. നിങ്ങളെ പോലെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ മക്കൾ പഠിക്കണം, സെറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളായിട്ട് ഇനിയും മിസ് അടുത്ത ക്ലാസ്സിൽ വരും. അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.